എത്ര ശാന്തസുന്ദരമായൊരു ബിഗ് ബോസ് ഹൗസ്. എല്ലാ ദിവസങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സഹായങ്ങളും ചെയ്ത് കിച്ചണിലൊക്കെ എത്ര ആക്റ്റീവായിട്ടാണ്. ജെൻസാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കിച്ചണിൽ ജോലി ചെയ്യുന്നത്. അനീഷ്, നമ്മുടെ ഷാനവാസ്, നമ്മുടെ സാബുമാൻ, അനുമോളുണ്ട്. പിന്നെ കുറച്ച് സമയത്തേക്ക് ആതിര വരാറുണ്ട്. കുറച്ച് സമയം നൂറ വന്ന് അവിടെ സൈഡിൽ മാറി നിൽക്കുന്നതാണ്. നൂറ കിച്ചണിൽ കയറത്തില്ല. പക്ഷേ എന്നാലും 3 പേരാണ് കിച്ചൺ ടീമിലുള്ളത്. പക്ഷേ അവിടെ 5 പേര് എപ്പോഴും ജോലി എടുക്കുന്നുണ്ടായിരിക്കും. എത്ര ഒത്തൊരുമയായിട്ടാണ് ഇന്ന് കിച്ചണൊക്കെ പോയത്. ബിഗ് ബോസ് വീടിൻ്റെ ലെവലേ മാറി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചയ്ക്കത്തെ ലഞ്ച് ആയാലും ഒത്തൊരുമയോടെ എല്ലാവരോടും ചേർന്ന് തയ്യാറാക്കുന്നു. 8 പ്ലേറ്റിൽ ഒരേപോലെ വിളമ്പുന്നു. ആർക്കും പിണക്കവും ഇല്ല, ഒന്നുമില്ല. പിണക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ വേണം, അല്ലെങ്കിൽ എനിക്ക് കുറഞ്ഞു പോയി, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട്. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ലഞ്ചിന് എല്ലാവർക്കും പ്ലേറ്റിൽ സെർവ് ചെയ്തുകൊണ്ടിരുന്നത് അനുമോളാണ്. അപ്പോൾ അനുമോൾ വിളമ്പിക്കൊണ്ടിരുന്ന സമയത്ത് സാബുമാൻ ഇങ്ങനെ പ്ലേറ്റും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ചും കൂടി താ പയർ തോരൻ. അപ്പോൾ സാബുമാൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാനായിട്ട് കൊടുത്തപ്പോഴേ സാബുമാന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ആ പ്ലേറ്റും പിടിച്ച് ഒരേ നില നിൽക്കുകയാണ്. അപ്പോൾ അനീഷ സൈഡിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ഏറെ ഇട്ടോ കേട്ടോ. അപ്പോൾ അനുമോൾ കുറച്ച് ഏറെ ഇട്ട് കൊടുത്തു. ഇന്ന് അനുമോളുടെ സ്പെഷ്യലായിട്ട് നമ്മുടെ തൈര് കൊണ്ടുണ്ടാക്കിയ ഒരു സാലഡ് ഉണ്ടായിരുന്നു. അതൊരു സ്പെഷ്യൽ സാലഡാണ്. അപ്പോൾ ആ സാലഡിനകത്ത് മുളകുണ്ട്. അപ്പോൾ അനീഷൊക്കെ മുളക് ഏറെ കഴിക്കുന്ന ആളാണ്. അപ്പോൾ ആ അനുമോൾ വിളമ്പുന്ന സമയത്ത് അതിലവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അനീഷേട്ടന് ഇച്ചിരി കൂടുതൽ കൊടുത്തു, ആദ്യം നീ അനീഷേട്ടന് സെർവ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഇപ്പോൾ അനുമോളെ അനീഷിൻ്റെ പേരും പറഞ്ഞിട്ട് വീട്ടിലുള്ളവരെല്ലാവരും ഇങ്ങനെയിട്ട് കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അനീഷും അനുമോളും കൂടി ഭയങ്കര ഒരു കോംബോ ആയി മാറിയെന്നാണ് ഇവർ ധരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അനുമോൾക്കൊരു ബ്രദറിനോടുള്ള സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ആദിൽ പറയുന്നുണ്ട്, തേങ്ങ തിരിങ്ങി തന്ന സാബുമാന് നീ കൂടുതൽ കൊടുത്തു. അപ്പോൾ സാബുവിനെ നിനക്കിഷ്ടം, എന്നെ ഇഷ്ടമല്ല. ഞാൻ തേങ്ങ തിരിങ്ങി തന്നിട്ട് എനിക്ക് നീ ഒട്ടും കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ ലിവിങ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇതേ വാക്ക് തന്നെ നൂറ പറയുന്നുണ്ടായിരുന്നു, ഒരു ഉപ്പേരിയൊക്കെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബന്ധമൊക്കെ വേണ്ടാന്ന് വെക്കുമോ? ഒരാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ വേണ്ടാന്ന് വെക്കുമോ? ഒരാളുമായിട്ട് നമ്മൾ പിണങ്ങാറുണ്ടോ? ഉപ്പേരി കിട്ടിയില്ലെന്നും പറഞ്ഞ്, പയറുപ്പേരി കിട്ടിയില്ലെന്നും പറഞ്ഞ്. അപ്പോൾ അത് ആദിലയും അനുമോളും കൂടി ഉപ്പേരി കിട്ടാത്തതിന് പിണങ്ങിയെന്നുള്ളതാണ് നൂറ പറയുന്നത്. അപ്പം പിണക്കങ്ങളൊക്കെ ഉണ്ടായി ഇന്ന് വീട്ടിൽ. പക്ഷേ വളരെ ശാന്തമായിട്ടും നല്ല രസമായിരുന്നു ഇന്ന് ബിഗ് ബോസ് ലൈവ് കാണാൻ. ഒരു വഴക്കുമില്ല, ഒന്നുമില്ല. അതിനിടയിൽ നമ്മുടെ നെവിന് ഒരു ചെറിയ പണി കിട്ടി. ലാലേട്ടൻ പറഞ്ഞ മണിയുടെ ആ ഒരു ടാസ്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മുടെ നെവിൻ പറയുന്നുണ്ട്, എനിക്ക് ആ ടാസ്ക് ചെയ്യാൻ പറ്റില്ല. രാവിലെ കിട്ടിയ മുട്ടയിൽ നിന്ന് എനിക്കൊരു മുട്ട എടുത്തിട്ട് നീ ഓംലെറ്റ് ഉണ്ടാക്കി തരുമോ അനുമോളെ? പിണങ്ങിയിരുന്ന അനുമോളോട് നെവിൻ സംസാരിക്കുകയും ചെയ്ത് അനുമോൾ പറഞ്ഞു, ഉണ്ടാക്കി തരാമല്ലോ സ്നേഹമായിട്ട്, നീ ഫൈനൽ 5ൽ വരുവടാ എന്നൊക്കെ അനുമോളും പറയുന്നുണ്ടായിരുന്നു. അനുമോൾ രാവിലെ തന്നെ ലൈവിലിരുന്ന സമയത്തും പറയുന്നുണ്ട്, അവരൊക്കെ മിണ്ടായിരിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായ വിഷമമുണ്ട്. അങ്ങനെ നെവിൻ വന്ന് അനുമോളോട് സംസാരിക്കുകയും ചെയ്ത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കൊണ്ട് നമ്മൾ ടാസ്ക് തുടങ്ങി. ടാസ്കിൻ്റെ സമയത്ത് നെവിൻ ആ ടാസ്കിൽ പങ്കെടുക്കരുതെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരുന്നത്. പക്ഷേ നെവിൻ അത് ധിക്കരിച്ചിട്ട് ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്, 360 റുപ്യ എങ്ങാണ്ട് എടുത്ത്. പക്ഷേ അതിൽ നിന്ന് അനുമോൾക്കും കൊടുത്ത്. അപ്പോൾ അവരുടെ ആ സ്നേഹം കണ്ടോ. ഇതുവരെ ഉണ്ടായിരുന്ന ആ പിണക്കങ്ങൾ ഇത്രയും അവിടെ അവസാനിച്ചു. ഉച്ചയ്ക്ക് ഒരു ലഞ്ച് കഴിഞ്ഞ സമയത്ത് ആദില നമ്മുടെ ലൈം ജ്യൂസ് ഉണ്ടാക്കിയപ്പോഴും ഇതുപോലായിരുന്നു. അക്ബർ മാത്രമേ ഉള്ളത് കുടിക്കാഞ്ഞത്. പക്ഷേ നെവിൻ വന്നത് കുടിച്ചു. അപ്പം നെവിന് പിണക്കങ്ങളൊന്നുമില്ല. അന്നേരം നടന്നതെല്ലാം നടന്നു, അതൊക്കെ വിട്ടു. അങ്ങനെ ബിഗ് ബോസ് ഹൗസ് ഇതുവരെയുള്ള വീക്കുകളിൽ നിന്ന് വെച്ച് ഏറ്റവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.